കുഞ്ഞുങ്ങളിലെ കോൺസ്റ്റിപ്പേഷനെ പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. അതിൽ ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ പറ്റി പറയുകയുണ്ടായി. ഈ ടോയ്ലറ്റ് ട്രെയിനിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റി നമുക്കൊന്ന് പറയാം. കുഞ്ഞുങ്ങളിൽ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവരുടെ ഫസ്റ്റ് ഇയർ തൊട്ടാണ്. ഈ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയം, അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങും. കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടികളിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷനും ഡെഫിക്കേഷനും ഉണ്ടായിട്ടുണ്ട്. സോ ഇത് വലുതാവുന്നതോറും അവരതിൻ്റെ ഗ്യാപ്പ് കൂടി വരികയും ഈ സമയങ്ങളിലാണ് നമ്മൾ ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഈ ട്രെയിനിങ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ആദ്യം തന്നെ ഇതൊരിക്കലും കുഞ്ഞിനൊരു പനിഷ്മെൻ്റായി ഫീൽ ചെയ്യരുത്. കുഞ്ഞ് വളരെ ഇൻട്രസ്റ്റഡായി വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കണം നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എസ്പെഷ്യലി നമ്മൾ കുഞ്ഞിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വയറൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ആദ്യമായി നമ്മളൊരു കുട്ടിയെ ഒരു പോട്ടിയിൽ ഇരുത്തുമ്പോൾ ചിലപ്പോൾ അത് അധികം നേരം ഇരുന്നെന്ന് വരില്ല. കുട്ടിക്ക് വേണ്ടെങ്കിൽ അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാണ് വേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, കുട്ടിയോട് നമ്മൾ എപ്പോഴും ചോദിക്കണം. അതായത് നിനക്ക് പോട്ടി പോകണോ എന്നുള്ളതും കുട്ടി അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാനും തുടങ്ങണം. എന്നാലാണ് കുട്ടിക്ക് ഇത് ഞാൻ അമ്മയോട് ഇൻഫോം ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും ഇതിനൊരു കൃത്യമായ സമയം വേണമെന്നും കുട്ടിക്ക് മനസ്സിലാവുകയുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് റിവാർഡിങ്. കുട്ടി ഓരോ പ്രാവശ്യം പോട്ടി ട്രെയിൻഡ് ആകുന്ന സമയത്ത് കുട്ടിക്ക് ഓരോ റിവാർഡ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടി ആ പോട്ടി ട്രെയിനിലോട്ട് കൂടുതൽ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ പോട്ടി ട്രെയിൻഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ പോട്ടി ട്രെയിൻ ചെയ്യുമ്പോൾ കൃത്യമായ ടൈമിങ്ങും കൂടി പാലിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ കുട്ടി ഒരു ബൈ 3 years പോട്ടി ട്രെയിൻഡ് ആകും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്തോളൂ.